അങ്ങനെ ജനുവരി ഫെബ്രുവരി മാസങ്ങൾക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ കാത്തിരുന്ന പ്രാർത്ഥനകളുടെ മറുപടിയുടെ ഒരു മാസം കർത്താവായ യേശു മാർച്ച് മാസം എന്ന പേരിൽ നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് ദൈവമുണ്ടാക്കിയ ദിവസം, ദൈവമുണ്ടാക്കിയ മാസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. കർത്താവ് ഈ മാസത്തിലെ ഓരോ ദിവസവും, ഓരോ മണിക്കൂർ, ഓരോ മിനിറ്റ്, ഓരോ സെക്കൻഡും അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾക്കെതിരെ ഉണ്ടായവർ ഇന്നും ഈ മാസവും നിങ്ങൾക്കെതിരെ ഉണ്ടാകും. കഴിഞ്ഞ മാസം നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ നടന്നവർ ഈ മാസവും അതുപോലെ തന്നെ തുടരും. കഴിഞ്ഞ മാസം നിങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്യാൻ പോയവർ ഈ മാസം അതൊക്കെ തന്നെ ചെയ്യും. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായിരുന്ന അതേ കടവും ഞെരുക്കവും ഈ മാസവും നിങ്ങളെ ആക്രമിക്കാൻ നോക്കും. എന്നാൽ ഈ മാസം നിങ്ങൾ അതിനെയെല്ലാം തോൽപ്പിച്ച് കളയണം. ദാവീദ് പറഞ്ഞ പോലെ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിലെല്ലാം ചാടിക്കിടക്കും. ദൈവമേ, ഈ മതിൽ പൊളിക്കണേ, എനിക്കൊന്ന് നടന്നു പോകണമെന്നല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ചാടിക്കിടക്കും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം എന്ന് ഫിലിപ്പിയ ലേഖനം 4:13 പറയുന്ന പോലെ, എൻ്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, എൻ്റെ മേൽ ദൈവശക്തി തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് വചനം അറിയാവുന്നത് കൊണ്ട്, ഇതൊരു സത്യമായതുകൊണ്ട് ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം പൊളിച്ചു കളയും. ഇങ്ങനൊരു ധൈര്യം, ഉറപ്പ് ഈ പുതിയ മാസം നിങ്ങൾക്കുണ്ടാകും. കർത്താവ് അതിനുള്ള കൃപ തരും. അതുകൊണ്ട് നമ്മെ വിളിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ഈ പുതിയ മാസം മുതൽ വളരെ സന്തോഷത്തോടെ ചേർന്ന് പാടി ആരാധിക്കാം. तेरे जैसा कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीन, यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीन, हम गाए होसन्ना, तू राजा है रे राजा, तेरी महिमा होए सदा, तू है प्रभु हमारा खुदा, हम गाए होसन्ना, तू राजा है रे राजा, तेरी महिमा होए सदा, तू है प्रभु हमारा खुदा, प्यारे पिता, तूने हमसे कितना प्यार किया, तेरे पापों से छुड़ाने को अपने बेटे को कुर्बान
जाऊंगा है रे राजा, तेरी महिमा हो सदा, तू है प्रभु हमारा खुदा. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള പ്രചോദനം ലഭിക്കും. APJ അബ്ദുൽ കലാം. അപ്പോൾ മഹാനായ അദ്ദേഹം പറഞ്ഞത്, വിജയിച്ചവരുടെ കഥ മാത്രം കേട്ടുകൊണ്ടിരിക്കരുത്, പരാജയപ്പെട്ടവരുടേത്. അതിനകത്താണ് കൂടുതൽ ഊർജമുള്ളത്. അതായത് പരാജയപ്പെട്ടവരാണ് വലിയ വിജയങ്ങൾ കൊയ്തെടുത്തത്. ഇന്ന് കാണുന്ന ഏത് വിജയികളെ നോക്കൂ, വലിയ വിജയികൾ, അവരെല്ലാം വലിയ പരാജയങ്ങൾ കണ്ടവരാണ്. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസത്തിലും കഴിഞ്ഞ വർഷങ്ങളിലും പരാജയങ്ങൾ കണ്ടവർക്ക് ഉള്ള മാസമാണ് ഈ മാർച്ച് മാസം. ജയത്തിൻ്റെ മാസം, അഭിവൃദ്ധി കാണുന്ന മാസം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ പരാജയങ്ങളെല്ലാം നമ്മുടെ എക്സ്പീരിയൻസാണ്. അത് നമ്മുടെ എക്സ്പീരിയൻസാണ്. ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഏത് രാജ്യത്ത് എന്നാലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല ചോദിക്കുന്നത്, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. അതിൻ്റെ അർത്ഥം തോറ്റിട്ടുണ്ടോ, പരാജയപ്പെട്ടിട്ടുണ്ടോ, ചെയ്തതിലെല്ലാം ഒത്തിരി അബദ്ധങ്ങൾ പറ്റി വീണ്ടും തിരുത്തി ജീവിതത്തെ തിരുത്തിയവരാണോ, ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിനുള്ള അവസരങ്ങളായിരുന്നു കഴിഞ്ഞ മാസങ്ങൾ. എന്നാൽ ഇത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വിജയിക്കുവാൻ വേണ്ടി ദൈവം തന്ന ഒരു സമയമാണ് ഈ മാർച്ച് മാസം. വിശ്വസിക്കുക, ഈ മാസം നിങ്ങൾ ജയം കാണും. ഈ മാസം നിങ്ങൾ ഉയർച്ചകൾ കാണും. ഈ മാസം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മതിലുകൾ ചാടിക്കടക്കും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മലകളെ നീക്കും. അത്ഭുതങ്ങൾ കാണും. നിങ്ങളുടെ വീടുകൾ എല്ലാ നിലയിലും ഉയർച്ചകൾ കാണും. വർഷങ്ങളായി കാണാത്ത അനേക പ്രാർത്ഥനകളുടെ മറുപടികൾ നിങ്ങൾ ഈ മാസം കാണും. വിശ്വസിക്കുക മാത്രം ചെയ്യുക യേശുവിൻ നാമത്തിൽ. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലെ ഒടുവിലത്തെ ഭാഗം അതിലേക്ക് വരികയാണ്. 38-ാം വാക്യം. പീലാത്തോസ് അവനോട് സത്യമെന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെ യഹൂദന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. മുൻപിൽ നിൽക്കുന്ന യേശുവിനോട്, നീ രാജാവാകുന്നു. യേശു പറഞ്ഞു, ഞാൻ രാജാവാണ്. അപ്പോൾ ജനങ്ങൾ, മഹാപുരോഹിതന്മാർ എല്ലാവരും യേശുവിൽ കണ്ട ഒരേ ഒരു കുറ്റം, അവൻ രാജാവാണെന്ന് പറഞ്ഞതാണ്. ദൈവപുത്രനാണെന്ന് പറഞ്ഞു. ദൈവത്തോട് സമനാക്കി. അതേ കാര്യം തന്നെ യേശു പീലാത്തോസിനോടും പറഞ്ഞു. യേശു ഇടക്ക് അവിടെ വേറെ ഒന്നും ഇവിടെ വേറൊന്നും പറഞ്ഞില്ല. എല്ലായിടത്തും ഒരേ കാര്യം, ഞാൻ ദൈവപുത്രനാണ്, ഞാനും പിതാവ് ഒന്നാണ്, ഞാൻ മശികയാണ്, ഞാൻ രാജാവാണ്, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നു, എനിക്ക് ഐഹികമല്ലാത്ത മറ്റൊരു രാജ്യമുണ്ട്. ഉള്ളതുപോലെ പറഞ്ഞു. യേശു താൻ കാണുന്നത് പറയുന്നു, മനുഷ്യരോ അവർ കാണുന്നത് പറയുന്നു. താൽക്കാലികമായത്, ഈ ഭൗതിക ലോകത്തുള്ളത് മനുഷ്യർ പറയുമ്പോൾ യേശു ആത്മമണ്ഡലം തുറന്നിരിക്കുന്നത് കൊണ്ട് ആത്മീകമായി പറഞ്ഞു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കുറ്റം വിധിക്കാൻ വന്നിരിക്കുന്നത്, കുറ്റം പറയുന്ന ഒറ്റ കാര്യം, ഇവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. ദൈവദൂഷണം പറഞ്ഞു. ഇവൻ രാജാവാണെന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞു. ഇവൻ ദാവീദിൻ്റെ സന്തതി, ദാവീദ് പുത്രനാണെന്നും പറഞ്ഞ് ഹോശന്ന പാടിപ്പിച്ചു. ദാവീദ് പുത്രനായ രാജാവേ എന്ന് പാടിപ്പിച്ച് ജനങ്ങൾ കുരുത്തോലയും മരക്കൊമ്പുകളെല്ലാം നിലത്ത് വിരിച്ച്, ഇവൻ കഴുതപ്പുറത്ത് അതിൻ്റെ മുകളിലൂടെ നടന്നു, ഇവൻ രാജാവിനെ പോലെ ആണ് ജീവിക്കുന്നത്
യേശുവിനോടുള്ള അവരുടെ വൈരാഗ്യം അതാണ്. യേശുവിൻ്റെ ജീവിതശൈലി ഒരു രാജാവിനെ പോലെ, സംസാരിക്കുന്ന രാജാവിനെ പോലെ, നടക്കുന്നത് രാജാവിനെ പോലെ, കഴുതപ്പുറത്താണെങ്കിലും പോകുന്നത് രാജാവിനെ പോലെയാണ്, കൽപ്പിക്കുന്നത് രാജാവിനെ പോലെ. അവൻ കൽപ്പിച്ചു, ഭൂതങ്ങൾ പോലും, മനുഷ്യർ മാത്രമല്ല ഭൂതങ്ങൾ പോലും അനുസരിക്കുന്നു. അവൻ കൽപ്പിക്കുന്നു. ഒരു ശതാധിപൻ കൽപ്പിക്കുന്നയാളാ. അവൻ്റെ കീഴിൽ 100 പേരുണ്ട്. 100 പേരോട് അവന് കൽപ്പിക്കാം. 101ാമത്തെ ഒരാളോട് കൽപ്പിച്ചാൽ പോടാന്ന് പറയും. കാരണം 100 പേരോട് കൽപ്പിക്കാനേ അവൻ അവകാശമുള്ളൂ. അവൻ യേശുവിനോട് പറയുകയാണ്, നീ എൻ്റെ പുറക്കകത്ത് പോലും വരണ്ട, നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഒരു ബാല്യക്കാരന് സൗഖ്യം ഉണ്ടാകും. എൻ്റെ കൂടെയുള്ളൊരു ജോലിക്കാരന് സൗഖ്യം കിട്ടാൻ, അവനെ എഴുന്നേൽക്കാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ രാജാവാണ്. അപ്പോൾ യേശു രാജാവാണെന്ന് അന്നത്തെ സൈന്യാധിപന്മാർ പറഞ്ഞു, അന്നത്തെ മനുഷ്യർ പറഞ്ഞു. യേശുവിനെ കുറിച്ച് തന്നെ അത് പറഞ്ഞു. യേശു സത്യം പറഞ്ഞു. യേശുവിന് പറയാൻ പറ്റുമോ, ഞാനൊരു പാവമാണ്, ഞാനൊരു മനുഷ്യനാണ്, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല? ഇല്ല, യേശു സത്യം പറഞ്ഞു. ഒരിക്കൽ ഒരു സ്ത്രീ സ്നാനപ്പെട്ട കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ സഭയിൽ വന്നു, ഭർത്താവ് അറിയാതെയാണ് വന്നത്. അങ്ങനെ വന്നു, പ്രസംഗം കേട്ടു, വിശ്വാസ സ്നാനത്തെക്കുറിച്ച് കേട്ടു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം കേട്ടു. അവൾ സ്നാനപ്പെട്ടു, ഭർത്താവ് അറിയാതെ. ആരൊക്കെയോ ഇത് ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു. ഭർത്താവ് വീട്ടിൽ വന്നു, വെട്ടുകത്തിയെടുത്തു. നിന്നെ ഞാൻ തുണ്ടമായിട്ട് നുറുക്കാൻ പോവുകയാണ്, നീ എൻ്റെ പേര് കളഞ്ഞു. ആരുടെ ഒരുത്തൻ്റെ വാക്ക് കേട്ടിട്ട് നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടല്ലേടി. അവൾ ജ്ഞാനമുള്ളൊരു സ്ത്രീയായിരുന്നു. അവൾ പറഞ്ഞു, ചേട്ടാ ഇനി ഒരിക്കലും ഞാൻ സ്നാനപ്പെടില്ല, എൻ്റെ ചേട്ടനെ ഇനി ഞാൻ ആ വിഷയത്തിൽ ബുദ്ധിമുട്ടിക്കില്ല. ചേട്ടൻ കത്തി താഴെയിട്ടു, നിനക്കെന്നോട് സ്നേഹമുണ്ട്, ഇനി ചെയ്യരുത്, മേലാൽ സ്നാനപ്പെടരുത്. ചേട്ടനറിയാമോ സ്നാനം ഒരിക്കലേ ഉള്ളെന്ന്. സ്നാനം എന്താണ്? മരണത്തിൻ്റെ ഒരു നിഴലാണ്. ഒരിക്കൽ മരിക്കുന്നു. ഇതുപോലെ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നതാണ് സ്നാനം, ഉയർത്തെഴുന്നേൽക്കുന്നതാണ് സ്നാനം. അപ്പോൾ ഇതുപോലെ ഒരിക്കൽ എന്നതുപോലെ ഒരു സത്യമാണ് യേശുവിന് പറയാനുള്ളത്. ഞാൻ സത്യമാണ്, ഞാൻ രാജാവാണ്, ഞാൻ നീതിമാനാണ്, ഞാൻ ദൈവപുത്രനാണ്. ഈ ഒരു ബോധ്യമാണ് യേശുവിനെ ശക്തനാക്കിയത്. അതുകൊണ്ട് യേശു വെച്ച, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, ചിലർ ഏലിയാവെന്ന്, ചിലർ ഇരമ്യാവെന്ന്, ചിലർ പ്രവാചകന്മാരിൽ ഒരാളെന്ന്, ചിലർ പറയുന്നു യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാവുന്നു. യേശുവിനെ അറിയണം, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ യേശു, ബറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ഈ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കില്ല. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. എന്താ? നീ എന്നെ ഞാനായിരിക്കുന്ന സത്യത്തിൽ മനസ്സിലാക്കി. ഏറ്റവും വലിയ സത്യം യേശു ആയിരിക്കുന്നത് പോലെ യേശുവിനെ അറിയുക എന്ന സത്യം. അതുകൊണ്ട് ആ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിൽ അവനെ അറിയേണ്ടതിന്, മറ്റൊരു ഭാഗത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ അറിഞ്ഞാൽ ജീവിതം മാറും. യേശുവിനെ കുറിച്ച് വായിക്കും. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ലേഖനങ്ങളെല്ലാം വായിക്കും. യേശു ആയിരിക്കുന്നത് പോലെ യേശുവിനെ അറിയും, ജീവിതം മാറും, പ്രാർത്ഥനാ ജീവിതം മാറും, വിശ്വാസം സജീവമാകും, അത്ഭുതങ്ങൾ നടക്കും. ഈ മാർച്ച് മാസത്തിൽ നമുക്ക് വേണ്ടത് യേശു ആയിരിക്കുന്നത് പോലെ യേശുവിനെ മനസ്സിലാക്കുക. പീലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച കർത്താവായ യേശു ക്രിസ്തു. ചില കല്യാണങ്ങൾക്ക് ഒക്കെ ചോദിക്കുന്ന പാസ്റ്റർമാർ ചോദിക്കുന്ന ചോദ്യമുണ്ട് പെണ്ണിനോടും ചെറുക്കനോടും. പീലാത്തോസിൻ്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടിയെ
നിന്റെ ഭാര്യയായി സ്വീകരിക്കുമോ? അതുപോലെ നിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ഈ പുരുഷനെ നീ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? ഭയങ്കര ആധികാരികമായ ചോദ്യമാണ്. എന്താണ്? പീലാത്തോസിന്റെ മുമ്പിൽ നല്ല മാന്യത, സ്വീകാര്യം, അംഗീകാരം കിട്ടിയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ലോകത്തിലെ ഒരു വലിയ ഭരണാധികാരിയുടെ മുമ്പിൽ പോലും കൂസാതെ നിന്നുകൊണ്ട് വചനത്തെ തെളിയിച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ഒരിഞ്ച് പോലും ആരുടെ മുമ്പിൽ തലകുനിക്കാതെ നിന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആ വാക്കുകൾ, ആ പാസ്റ്റർമാരാ പറയുന്ന വാക്കുകൾക്ക് വലിയ ആധികാരികതയുണ്ട്. യേശുക്രിസ്തുവിന്റെ ആധികാരികത. ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിന് എങ്ങനെയും യേശുവിനെ രക്ഷിക്കണം. ഇവൻ രാജാവാണെന്ന് മനസ്സിലായി. ഭാര്യ ഒരു സ്വപ്നവും കണ്ട് ഇവന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. യേശുവിനെ പുറത്തെടുക്കണം. എന്നാൽ കഴിഞ്ഞില്ല. അടുത്ത വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ പെസകയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ, ഒരു തടവ് പുള്ളിയെ. യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ? കേട്ടോ, യേശുവിനെ എന്നില്ല, യഹൂദന്മാരുടെ രാജാവിനെ. അതായത് യേശുവിനെ രാജാവായി പീലാത്തോസ് അംഗീകരിച്ചു കഴിഞ്ഞു. പീലാത്തോസ് യേശുവിനെ രാജാവായി 100% അംഗീകരിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് പീലാത്തോസ് രക്ഷിക്കപ്പെടാഞ്ഞത്? യേശുവിനെ പീലാത്തോസ് കർത്താവായി അംഗീകരിച്ചില്ല. രാജാവാണ്, എന്നാൽ കർത്താവല്ല. നീ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പിശാച് പറഞ്ഞു. എന്നിട്ട് പിശാച് രക്ഷിക്കപ്പെട്ടോ? ഇല്ല. നീ എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞില്ല. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്, ജീവിതം മാറുന്നത്, അഭിവൃദ്ധിപ്പെടുന്നത്. ഈ സത്യങ്ങൾ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കി വേണം ഒരു ദൈവപൈതൽ ജീവിക്കുവാൻ. ഇപ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളോട് ചോദിക്കുകയാണ്, ഞാൻ ഈ സീസണിൽ ഒരു തടവ് പുള്ളിയെ വിട്ടുതരാറുണ്ട്. ഈ പെസക സമയത്ത് യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരട്ടെ. അവൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ അവര് പറഞ്ഞത് ഇവനെ വേണ്ട. അപ്പൊ രാജാവിനെ എന്ന് പറയുമ്പോൾ അവരും പറയണം ഇവനെ വേണ്ടെന്ന്. അതിന്റെ അർത്ഥം അവരും അംഗീകരിച്ചു ഇവൻ രാജാവാണെന്ന്. അപ്പൊ അസൂയ നിമിത്തമാണ് ഇവനെ വേണ്ട, രാജാവിനെ വിട്ടുതരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതാരാ രാജാവ് എന്നവര് പറഞ്ഞു. ഇല്ല, ഇവനെ വേണ്ട. ചൂണ്ടിക്കാണിക്കണേ, രാജാവിനെ വിട്ടുതരട്ടെ, ഇവനെ വേണ്ട. രാജാവാണെന്ന് മഹാപുരോഹിതന്മാർ സമ്മതിച്ചു. എന്നിട്ട് അവർ പറയുകയാണ് ഇവനെ വേണ്ട, ബറബാസിനെ മതി എന്ന് നിലവിളിച്ചു. ബറബാസോ ഒരു കവർച്ചക്കാരനായിരുന്നു. രാജാവിനെ വേണ്ടേ? വേണ്ട. രാജാവാണെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടില്ല. അന്നുള്ള മഹാപുരോഹിതന്മാരും പീലാത്തോസും യേശുവിനെ രാജാവാണെന്ന് പറഞ്ഞിട്ടും അവരനുഗ്രഹിക്കപ്പെട്ടില്ല. കർത്താവാണെന്ന് പറയണം, എൻ്റെ ജീവിതത്തിൻ്റെ നായകനാണെന്ന് പറയണം. ഈ മാർച്ച് മാസത്തിൻ്റെ 1-ാം തീയതി യേശു എൻ്റെ രാജാവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ സൗഖ്യദായകനാണ്, എൻ്റെ നാഥനാണ്, എൻ്റെ ഉയർച്ചയാണ്, എൻ്റെ അഭിവൃദ്ധിയാണ്. എന്തെല്ലാം പോസിറ്റീവായിട്ട് പറയാമോ യേശുവിനെ ചേർത്ത് അതെല്ലാം അങ്ങോട്ട് 100 കൂട്ടം കാര്യം പറ. എൻ്റെ മണവാളനാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എന്നെ ചേർക്കാൻ വരുന്നവനാണ്. ഇങ്ങനെ വേദപുസ്തകത്തിൽ യേശുവിൻ്റെ ഗുണങ്ങളെല്ലാം ചേർത്ത് യേശു എൻ്റെ അതാണെന്ന് പറ. യേശു എൻ്റെ സമൃദ്ധിയാണ്, എൻ്റെ ഐശ്വര്യമാണ്, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നവനാണ് എന്ന് വാഗൊണ്ട് പറ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ മാസം മുതൽ, ഇന്ന് മുതൽ അത് സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മാർച്ച് മാസത്തിനായി സ്തോത്രം. ഈ നല്ല മാസം ഈ മക്കളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും ഉയർച്ചകളും ഇവർ കാണട്ടെ. ഇവർ പോകുന്നിടത്തെല്ലാം ഈ മാസത്തിൽ വലിയ നന്മകൾ കാണട്ടെ. പ്രത്യേകിച്ച് കുട്ടികളുടെ പരീക്ഷാ സീസണിൽ വലിയ ജയങ്ങൾ അവർക്കുണ്ടാകട്ടെ. വീടുകൾക്കകത്തുള്ള എല്ലാ ടെൻഷനുകളും മാറട്ടെ.
ഒരു തണുപ്പ് സമയം കഴിഞ്ഞ് നല്ല ചൂടിലേക്ക് കയറുന്ന ഈ സീസണിൽ എല്ലാവർക്കും ഒരു ആശ്വാസത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകട്ടെ. വിശ്വാസം കൊണ്ട് നിറയട്ടെ. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ മാർച്ച് മാസത്തിൽ ഇവർ എല്ലാവിധ നന്മകളാലും ആദാമിനോടും ഹൗവയോടും പറഞ്ഞതുപോലെ നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂതലത്തിൽ നിറയുവിനെന്ന് പറഞ്ഞ പോലെ ഈ മാർച്ച് മാസത്തിൽ ഇവർ വർദ്ധിച്ച് പെരുകി അനുഗ്രഹിക്കപ്പെട്ട് ഒരു നന്മ കാണട്ടെ. യേശു ജീവനുള്ള ദൈവമെന്ന് ഇവർ മുഖാന്തരം ദേശം അറിയട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. അതങ്ങനെ തന്നെയാണ്. ഈ വാക്ക് പറയുവാൻ ദൈവം എനിക്ക് ഒരു മാർച്ച് മാസം തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞായറാഴ്ച നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം, ഈ മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ സഭായോഗമാണ്. ഈ വർഷത്തിലെ 3-ാം മാസത്തിലെ ആദ്യത്തെ സഭായോഗം രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷനിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് രാവിലെ 8 മണിക്കുള്ള പ്രാർത്ഥനയിലും വർഷിപ്പിലും വന്ന് അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് കൃപ തരട്ടെ. ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സഹകരണങ്ങൾക്കും നന്ദി. ഈ വീഡിയോകൾ അനേകർക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അനേകർക്ക് ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള അറിവ് കൊടുക്കണം. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഗോഡ് ബ്ലെസ് യു.